തൃശൂരിൽ ഓട്ടോയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. പെരിങ്ങാവ് സ്വദേശി പ്രമോദാണ് മരിച്ചത് എന്ന സൂചന. CNG ഓട്ടോയ്ക്കാണ് തീപിടിച്ചത്. പ്രമോദിന്റെ ഭാര്യയുടെ പേരിലാണ് ഓട്ടോ. ലിഷോയി നൽകും വിവരങ്ങൾ. ലിഷോയി, ദാരുണ സംഭവം എങ്ങനെയായിരുന്നു ഉണ്ടായത്? മരിച്ച ആളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? തൃശൂർ പെരിങ്ങാവിനടുത്ത് ഗാന്ധിനഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ഒഴിഞ്ഞ റോഡിനരികിൽ ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഓട്ടോയ്ക്കാണ് തീപിടിച്ചത്. ഓട്ടോയുടെ പിൻ സീറ്റിലാണ് ഈ ഡ്രൈവർ ഉണ്ടായിരുന്നത്. ഈ ഓട്ടോ പെരിങ്ങാവ് സ്വദേശിയായ പ്രമോദാണ് ഈ ഓടിച്ചിരുന്നത്. പെരിങ്ങാവ് ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ് ഓടിച്ചിരുന്നതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ മരിച്ചത് പ്രമോദ് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രമോദ് ഒരു പെട്രോൾ ക്യാനുമായി നിൽക്കുന്നത് കണ്ടവരുണ്ട്. ഈ കാര്യം പോലീസിനോട് മൊഴി നൽകിയിട്ടുമുണ്ട് ചില വ്യക്തികൾ. പക്ഷേ ഇത് എങ്ങനെയാണ് ഓട്ടോ കത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഫോറൻസിക് സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. ഈ ഓട്ടോയുടെ അകത്ത് നിന്ന് പെട്രോളിന്റെ കുപ്പിയോ മറ്റോ എന്തെങ്കിലും ക്യാനോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ 2 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉടനടി തന്നെ ഫയർഫോഴ്സ്, നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു. ഈ തീ അണച്ച സമയത്തും ഇതിനകത്ത് ഒരാളുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതിനുശേഷം തീ അണച്ച ശേഷം ഈ ഓട്ടോയ്ക്ക് ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഉള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതോടുകൂടിയാണ് വിഷയത്തിന്റെ ഗൗരവം അത് ഇരട്ടിയായത്. കാരണം പിൻ സീറ്റിൽ ഇരുന്ന ആൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദേഹത്ത് തീപിടിച്ചപ്പോൾ പുറത്തേക്ക് ഓടാൻ കഴിഞ്ഞില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുള്ളൂ. പുള്ളി വിശ്രമിക്കാനോ മറ്റോ അവിടെ കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? CNG ഓട്ടോയാണ്, മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം അങ്ങനെ നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ് CNG ഓട്ടോ. അങ്ങനെ ഒരു റിപ്പോർട്ട് വരാത്തൊരു സാഹചര്യത്തിലൊക്കെ ഉണ്ടാകാവുന്ന സംശയങ്ങളും പ്രാഥമികമായി പോലീസ് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ, അവിടെ അപ്പോഴുണ്ടായിരുന്ന നാട്ടുകാരെ ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞോ? അവരൊക്കെ നൽകുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് തൃശ്ശൂരിന്റെ നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള, അതായത് തൃശ്ശൂർ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് കുറച്ച് മാറി പെരിങ്ങാവ് ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിൽ തണലത്തെല്ലാം തന്നെ ഉച്ചയ്ക്കെല്ലാം ഓട്ടോകൾ ഒതുക്കിയിട്ട് അതിലെ ഡ്രൈവർമാർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാറുള്ളത് പതിവാണ്. അത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ആണോ ഈ ഒരു അപകടം ഉണ്ടായത് അല്ലെങ്കിൽ ഓട്ടോ കത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ വേണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയാണോ എന്നുള്ള ഒരു കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പെട്രോൾ ക്യാനുമായി ഇദ്ദേഹം നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു മൊഴിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങളും കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരേക്കും വന്നിട്ടില്ല. ഈ CNG ഓട്ടോയുടെ ടാങ്കിന് ഏതെങ്കിലും തരത്തിലുള്ള ലീക്ക് ഉണ്ടായിരുന്നോ, അതിനോടൊപ്പം തന്നെ ഈ വാതകം ചോർന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ